ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതൊക്കെ വന്ദന ഓർക്കുമെങ്കിലും ജഗൻ അക്കാര്യൊന്നും അറിയില്ലല്ലോ. ആ സ്ഥിതിക്ക് അവര് തമ്മിൽ സമാഗമത്തിന് സാധ്യതയുണ്ട്. പിന്നെ ഉമ്മിണി പുളിക്കും. അത് തടയാനല്ലേ ആനന്ദവല്ലി ഇവിടെ അടയിരിക്കുന്നത്. ശത്രു രാത്രിയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ചന്ദ്ര ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തെക്കുറിച്ച് ഓർമ്മ വന്നു. നിന്നെക്കുറിച്ചുള്ള ഓർമ്മകളിൽ മനസ്സൊന്നുലഞ്ഞപ്പോ ഉണ്ണിയപ്പം കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചതും ശരിയാ. പക്ഷേ അത് നിന്റെ മനസ്സിൽ തോന്നിക്കുമെന്നോ രാത്രിയിൽ തന്നെ ഇവിടെ എത്തിക്കുമെന്നോ തീരെ പ്രതീക്ഷിച്ചില്ല ചന്ദ്രു. രാത്രിയെന്നോ പകലെന്നോ ചിന്തിച്ചില്ല. ഹരിതയുടെ വീട്ടിൽ നിന്നും അവൾ അറിയാതെയുള്ള യാത്രയാണെന്നും ചിന്തിച്ചില്ല. ഭർത്താവിന്റെ ആഗ്രഹം നിറവേറ്റണമെന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ. ഗർഭിണിയായ ഭാര്യയ്ക്ക് ഇഷ്ടഭക്ഷണം എത്തിക്കാൻ വെളുക്കുവോളോ അലഞ്ഞു തിരിഞ്ഞ ഭർത്താവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇവിടെ നേരെ മറിച്ച ഭർത്താവിന്റെ ഉണ്ണിയപ്പക്കൊതിക്ക് പരിഹാരം ഉണ്ടാക്കാൻ ഭാര്യയുടെ രാത്രി സഞ്ചാരം, അതും മനസ്സ് വായിച്ചറിഞ്ഞ്. കഴിക്കേ. ആഹാ, കഴിക്കേ. ചന്ദ്രുവും കഴിക്കേ. തെന്നി വീണതിന്റെ വേദന ഇതുവരെ മാറിയിട്ടില്ല. നല്ലോണം ഉറക്കവും വരുന്നു. ഉറങ്ങിയ ശരിയാവില്ല. അപ്പച്ചി, അല്ല, നീ എന്താടി ഉറക്കമില്ലാതെ ഈ നേരത്ത്? മൊബൈലിൽ ചാർജ് ഇല്ല. ചാർജർ എടുക്കാൻ വന്നതാ. അല്ല, അപ്പച്ചി എന്താ ഉറക്കം കളഞ്ഞിട്ട് ഈ നേരത്ത് ഇവിടെ? ആ, അത് ശരി. വന്ദനയുടെ മുറിക്ക് കാവലിരിക്കുകയാണല്ലേ? കാവലിരിക്കണമല്ലോ. ജഗനെയും വന്ദനയും തമ്മിൽ വേർപിരിക്കലാണല്ലോ നമ്മുടെ ലക്ഷ്യം. അവര് രണ്ടുപേരും രണ്ടു മുറിയിലാണ് രാത്രിയിൽ ഉറക്കം. ഞാൻ അറിയാതെ രാത്രിയിൽ ജഗനും വന്ദനയും തമ്മിൽ രഹസ്യ സംഗമം നടത്തിയാലോ? നടക്കാൻ സാധ്യതയുണ്ട് അപ്പച്ചി. വ്രതം തീരുന്നത് വരെ വന്ദനയും ജഗനും തമ്മിൽ കൂടിക്കാഴ്ച പാടില്ലെന്നല്ലേ അപ്പച്ചി ജോത്സ്യനെ കൊണ്ട് പറയിച്ചിരിക്കുന്നേ. അതൊക്കെ വന്ദന ഓർക്കുമെങ്കിലും ജഗൻ അക്കാര്യൊന്നും അറിയില്ലല്ലോ. ആ സ്ഥിതിക്ക് അവര് തമ്മിൽ സമാഗമത്തിന് സാധ്യതയുണ്ട്. പിന്നെ ഉമ്മിണി പുളിക്കും. അത് തടയാനല്ലേ ആനന്ദവല്ലി ഇവിടെ അടയിരിക്കുന്നത്. ആഹാ, ജഗന്റെ നിഴല് പോലും വന്ദനയുടെ മുറിയിൽ വീഴാൻ ഈ ആനന്ദവല്ലി സമ്മതിക്കില്ല. ആ, അപ്പച്ചി കാവലിരിക്കുന്നു പുറത്തറിഞ്ഞ അസൂയ കൊണ്ടാണെന്ന് ചിലരൊക്കെ പറയും. വയസ്സുകാലത്ത് ചെറുപ്പക്കാരായ ദമ്പതികൾ ഒത്തുകൂടുന്നതിന്റെ കൊതിക്കറിവ്.
അങ്ങനെ നീ അങ്ങ് പറഞ്ഞു വരത്താതിരുന്നാ മതി. ആ സാഹചര്യങ്ങൾ ആകെ മാറിപ്പോയപ്പോ ഉണ്ണിയപ്പത്തിന്റെ രുചിക്കും മാറ്റം വന്നിട്ടുണ്ടോ? ഇല്ല ചന്ദ്രു. വിവാഹത്തിന് മുമ്പ് ഒരിക്കൽ നീ എനിക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കി തന്നത് ഓർമ്മയുണ്ടോ? ഉം. ആ, അന്നാണ് മാധവൻ ഉണ്ണിയപ്പത്തിന്റെ യഥാർത്ഥ രുചി ആസ്വദിച്ചത്. ഇന്നും അതേ സ്വാദ്, അതേ നിറം, അതേ മണം. ഈ രാത്രിയിലെ ചന്ദ്രികയ്ക്കും അന്നത്തെ ചന്ദ്രുവിന്റെ അതേ ഭാവം, അതേ നിറവ്, അതേ നാണം എന്ന് വെച്ച പതുക്കെ പതുക്കെ. ഓ, ശ്ശോ, ശ്ശോ. ഒന്ന് പതുക്കെ. ആ, ഭാര്യ ഭർത്താക്കന്മാരായ ചന്ദ്രയ്ക്കും മാധവനും ഒട്ടിച്ചേർന്നിരിക്കാനും പറയാനും ചിരിക്കാനും ഒന്നും സമൂഹം വിലക്കിയിട്ടില്ല. പക്ഷേ സ്വന്തം മക്കളെ വിലക്കിയിട്ടുണ്ട്. ആ ഓർമ്മ വേണ്ടേ മനുഷ്യ? ചന്ദ്രു ഒപ്പമില്ലെന്ന സത്യം ഞാൻ മറന്നുപോയി. വീണ്ടും ആ കൈപ്പേറിയ സത്യം ഓർക്കാം. ഇന്ന് മാധവന് കൂട്ടായി ചന്ദ്രു ഒപ്പമില്ല. അവളെ മനോജ് എന്ന മകൻ വിഹിതം വെച്ചുകൊണ്ടുപോയി. പാതിയായവൾ ഉപേക്ഷിച്ച മാധവൻ പ്രകാശ് എന്ന മകന്റെ മതിൽക്കെട്ടിനകത്തും. നമ്മളൊന്നല്ല, രണ്ടാണ്. എന്താ ഇങ്ങനെയൊക്കെ? മനസ്സിന്റെ ഭാരം കുറയ്ക്കാൻ ഇഷ്ടമുള്ള പലഹാരമായിട്ട് വന്നവള ചന്ദ്രിക. വേണ്ടുപോലെ ഉണ്ണിയപ്പം കഴിച്ച് മതി വരുമ്പോള് സന്തോഷിക്കുന്നത് കാണാൻ. വേദനിപ്പിക്കുന്നതൊക്കെ നമുക്ക് കുറച്ചു നേരത്തേക്ക് മറക്കാം. രാത്രി പുലരുന്നതിന് മുമ്പ് വീട്ടിലെത്തണം. ഈ രാത്രി പുലരാതിരുന്നെങ്കിലെന്ന് എനിക്ക് പ്രാർത്ഥിക്കണമെന്നുണ്ട്. ഉള്ളുലയുന്നു മാധവേട്ട. വേണ്ട. കൊള്ളാം. ഇപ്പൊ തോന്നുന്നു മക്കളൊന്നും വേണ്ടായിരുന്നു. ചന്ദ്രു, എന്തൊക്കെയാ പറയുന്നേ? മാനത്തെ കൊട്ടാരം